അയാളെ അധ്യാപകനെന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരിക്കലും അങ്ങനെ ഒരു അധ്യാപകൻ പെരുമാറത്തില്ല. ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നമ്മുടെ മനസ്സിനെ വല്ലാതെ ശല്യപ്പെടുന്നതാണ്, എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു ഒരുപാട്. അപ്പം ഒരു കൊച്ചു കുട്ടിക്കുണ്ടായ അനുഭവമാണ്. 5ാം ക്ലാസ്സുകാരിയാണ്, 10 വയസ്സേ ഉള്ളൂ പ്രായം. ഞാൻ അതിൻ്റെ പേര് പറയുന്നത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചുള്ള കേസായതുകൊണ്ട് ആ പേര് പറയുന്നത് ശരിയല്ല. അതിൻ്റെ മനസ്സിലാക്കത്തക്കവണ്ണം ഉള്ള ഐഡൻറ്റിഫിക്കേഷൻ, അതിൻ്റെ അച്ഛൻ്റെ പേരറിയാം, പക്ഷേ അതും ഒന്നും പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. പല മാധ്യമങ്ങളിലൊക്കെ ഈ പേര് അടിച്ചു വരുന്നുണ്ട്, അത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം, ശരിയല്ല ചെയ്യുന്നത്. ഇത് ഈ കല്ലിങ്ങൽ പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു MSM ഹയർ സെക്കൻഡറി സ്കൂള് എന്ന് പറയുന്ന പേരിൽ ഒരു സ്കൂളുണ്ട്. അത് എയ്ഡഡ് സ്കൂളാണ് ആവാനാണ് സാധ്യത. കാരണം ഇങ്ങനെയൊക്കെയുള്ള സ്കൂളുകളൊക്കെ എയ്ഡഡ് ആയിരിക്കും. മലപ്പുറം ജില്ലയാണ്. ഇനി അത് എയ്ഡഡ് ആവട്ടെ അല്ലാതാവട്ടെ, അവിടെ ഗണിതശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനുണ്ട് കേട്ടോ. പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഗണിതശാസ്ത്രം, ഭൂമിയുടെ ചക്രം തിരിയുന്നത് മൊത്തവും ഗണിതത്തിലൂടെയാണെന്നൊക്കെ നമ്മുടെ യശശരീരനായ മഹാനടൻ തിലകൻ പറഞ്ഞ ഒരു സിനിമ ഉണ്ടല്ലോ. അത് എന്നിട്ട് അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ മകനെ ഉപദ്രവിക്കുന്നതൊക്കെ അതിനകത്ത് ധാരാളം കാണാനുണ്ട്. കണക്ക് പഠിക്കാൻ, കണക്കില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇയാൾക്കും തോന്നിക്കാണും ഇയാൾ വലിയ ആളാണെന്ന്. ബൽരാജ് എന്നാണ് ഈ മഹാന്റെ പേര്. അതായത് ഈ കുട്ടി, ഈ 10ാം ക്ലാസ് 10 വയസ്സുകാരിയായി 5ാം ക്ലാസ്സിലെ പെൺകുട്ടി, അതിന് കടുത്ത പനിയായിരുന്നു. അങ്ങനെ പനി ബാധിച്ച് 3 ദിവസം അത് അവധിയിലായിരുന്നു, സ്കൂളിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഈ നോട്ട്സൊക്കെ എല്ലാം കുടിശ്ശിയാവും. ഈ ഗണിതശാസ്ത്രത്തിൻ്റെയും മറ്റതിൻ്റെ എല്ലാം നോട്ട്സുകളെല്ലാം അതിന് കുടിശ്ശിയാകും. അപ്പോൾ അത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് അത് ഈ ക്ലാസ്സിലിരുന്ന് അത് സഹപാഠിയുടെ കയ്യിൽ നിന്ന് അതിൻ്റെ നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ട് ഇത് പകർത്തുകയായിരുന്നു. കാരണം ഇത് പകർത്തിയെടുത്ത് അത് പഠിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ വേറൊന്നും ചെയ്യല്ല. അത് പകർത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ നോക്കിയപ്പം ആ കുട്ടി ഇരുന്ന് ഇതുപോലെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇയാൾ ചൂരലുമായിട്ട് പുറയിലൂടെ വന്നു. ഈ ചൂരലവന്മാർ കൊണ്ടുനടക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഈ ചൂരലൊന്നും സ്കൂളിൽ പാടില്ലാത്തതാണ്. അപ്പോൾ ചൂരലും കൊണ്ടുവന്നു. വന്നിട്ട് ഇതിൻ്റെ വലത് കൈപ്പത്തിയിൽ അയാൾ ആഞ്ഞടിച്ചു. ആ കൈപ്പത്തിയിലെ എല്ല് പൊട്ടി. എല്ല് പൊട്ടുക എന്ന് പറഞ്ഞാൽ അതികഠിനമായ വേദനയാണ്. അത് എല്ല് ഒടിഞ്ഞിട്ടുള്ളവർക്കേ അതിൻ്റെ വേദന അറിയാവൂ. എൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്. എൻ്റെ സ്കാഫോയിഡ് ബോൺ ഫ്രാക്ചർ ആയിട്ടുണ്ട് ഒരു മോട്ടോർ സൈക്കിൾ അപകടത്തിൽ. അപ്പോൾ എനിക്കിതിൻ്റെ വേദന അറിയാം. അത്ര വല്ലാത്ത വേദനയാണ്. അപ്പോൾ ഇതിൻ്റെ കൈ നീര് വന്ന് വീർത്തു ഈ കുഞ്ഞിൻ്റെ. അപ്പോൾ അതിന് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, കരച്ചിലായി അത്. കാരണം ഒന്നും കൈ അനക്കാൻ ഒക്കത്തില്ല, കയ്യിൽ എല്ല് പൊട്ടിയിരിക്കല്ലേ. കൈ നീര് വന്ന് വീർത്തു. എന്നിട്ട് ഇവിടുത്തെ ഹെഡ് മാസ്റ്ററോ അവിടുത്തെ അധ്യാപകരോ ഈ പറയുന്ന ഈ വൃത്തികെട്ടവനുണ്ടല്ലോ ഇവനോ ഇതിനെ ആശുപത്രി കൊണ്ടുവന്ന് തയ്യാറായില്ല. ക്ലാസ് ടീച്ചർ ഇതിൻ്റെ വീട്ടിൽ വിളിച്ച് അറിയിച്ചു, ഇങ്ങനെ കുട്ടിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, കൈ നീര് വന്ന് വീർത്തു എന്നൊക്കെ പറഞ്ഞു. എന്നുവെച്ചാൽ ഇവരുടെ മണ്ടയിൽ നിന്ന് ഇത് എങ്ങനെയെങ്കിലും പോയി വീട്ടിൽ നിന്ന് വന്നപ്പോഴേ ഇങ്ങനെയാണ് എന്നുള്ള ഒരു സ്റ്റൈലായിട്ട് നാക്കാം എന്ന് വിചാരിച്ച് കള്ളത്തരം കാണിക്കാനുള്ള ഒരുക്കമായിരുന്നു. എന്നിട്ട് ഈ അധ്യാപകർ തന്നെയാണ് ഇതിനെ അതിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി. കാരണം എത്രയും പെട്ടെന്ന് തലേന്ന് അങ്ങ് ഒഴിയണമല്ലോ. ഈ കുട്ടി അതികഠിനമായ വേദനയെ സഹിച്ച് ഇതിനെ വീട്ടുകാരെ ആശുപത്രി കൊണ്ടുപോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അവിടെ. എന്നിട്ട് അതിന് ചികിത്സ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇത് ഞാൻ പറഞ്ഞത് ഈ സ്കൂളിലെ അധ്യാപകരെന്ന് പറയുന്നവരുണ്ടല്ലോ, ഇവരെന്ത് വൃത്തിയായിട്ട് ആളുകളാണെന്ന് ആലോചിക്കുക. ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു കാര്യം പറ്റി, ഇതുപോലെ അതിൻ്റെ കൈ ഏത് വിധത്തിൽ അധ്യാപകൻ അടിച്ചോ അല്ലാതെയോ ഒടിഞ്ഞെന്നിരിക്കട്ടെ, ഇത് അധ്യാപകൻ അടിച്ചതാണ്, എല്ലാവരും കണ്ടതാണ്, ചൂരലുകൊണ്ട് അടിച്ചതാണ്. അത് ആ കുട്ടി അത് വെളിവാക്കിയിട്ടുമുണ്ട്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബൽരാജിനെ. അയാൾക്ക് ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തേക്കുന്നതാണ്. അത്ര എളുപ്പം ഇറങ്ങിപ്പോകത്തില്ല. അറസ്റ്റിലായതുകൊണ്ട് അയാളെ ഒരു കാരണവശാലും വെളിവിടരുത്. അതാണ് ഞാൻ പറഞ്ഞത്. അത് അയാൾക്ക് ഈ കുട്ടി ഇതുപോലെ അനുഭവിച്ച വേദനയുണ്ടല്ലോ ഈ കുഞ്ഞ്,
അത് പനിയും കഴിഞ്ഞ് വന്നതാണ്. നമുക്ക് ആലോചിച്ച് നോക്കിയുള്ളൂ, നമുക്ക് തന്നെ ഇന്നത്തെ വൈറൽ ഫീവർ നമുക്ക് ബാധിച്ചെന്നിരിക്കട്ടെ, അത് 3 ദിവസം അത് കഴിഞ്ഞ് പനി അങ്ങോട്ട് മാറുന്നെന്നിരിക്കട്ടെ, പനി അങ്ങോട്ട് കുറഞ്ഞാലും നമുക്ക് വളരെ ശരീരത്തിന് മുഴുവൻ വേദനയായിരിക്കും. നമുക്കതുപോലെ തന്നെ ഒരു വലിയ മാനസിക വ്യതയുണ്ടാവും, വളരെ മൂകതയുണ്ടാവും, ഒന്നും നമുക്ക് കാര്യമായിട്ട് ചെയ്യാനൊക്കത്തില്ല. ആ ഒരു രീതിയാണ് ഈ പനി വന്നു കഴിഞ്ഞാൽ. അതറിയാൻ വയ്യാത്തൊന്നും അല്ലല്ലോ ഇയാൾക്ക്. ഈ കുഞ്ഞ് 3 ദിവസം അവിടെ ലീവായിരുന്നു. ആ നോട്ട് എഴുതിയെടുത്തതാണത്. നോട്ട്സ് എഴുതിയെടുത്തത് എന്താ? അത് പഠിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ വേറെ ഒന്നിനും അല്ലല്ലോ നോട്ട്സ് എഴുതുന്നത്. അത് ഏതാണ്ട് വലിയ ക്രിമിനൽ കുറ്റമാണോ ആ കുഞ്ഞ് ചെയ്തത്? ഇവനല്ലേ വിവരമില്ലാത്തവൻ? അവൻ അധ്യാപകനാവാൻ യോഗ്യതയുള്ളവനാണോ? ഇവനെയൊക്കെ പിരിച്ചുവിടണം സർവീസിൽ നിന്ന്. അതാ ചെയ്യേണ്ടത്. കുഞ്ഞുങ്ങളുടെ കൈ തല്ലി പിടിക്കാനാണോ ഇവനെ അധ്യാപകനായിട്ട് ഉണ്ടായിരുന്നത്? ഇത് അധ്യാപകനാവാൻ യോഗ്യത ഉള്ളവനല്ല. എന്തായാലും സങ്കടകരമായി പോയി. അപ്പം മറ്റ് അധ്യാപകർ ഇതിനിപ്പോൾ ആശുപത്രിയിലാണ്. അത് കേസുമായി ഏതായാലും കേസെടുത്തിട്ടുണ്ട്. വലിയ ഒഫൻസാണ് വന്നേക്കുന്നത്. ഇത് വടി കൊണ്ട് ഇതിന് ഗുരുതരമായി പരിക്കേൽപ്പിച്ചേക്കുന്നതാണ്. കാരണം അതിൻ്റെ എല്ല് പൊട്ടി. ഇയാൾക്ക് ഒരു കാരണവശാലും ജാമ്യം കിട്ടത്തില്ല. ജാമ്യം കൊടുക്കുകയും ചെയ്യരുത്. അങ്ങനെ ആയിരിക്കണം. കാരണം ഇയാൾ അകത്ത് പോയി കിടന്ന് ഒരു 4-5 ദിവസം ഇയാൾ കിടന്നിട്ടൊക്കെ വരട്ടെ പതുക്കെ. എന്തായാലും അറസ്റ്റ് ചെയ്ത് ഇന്ന് ആണെന്നല്ല അറസ്റ്റിലായത്. അപ്പോൾ നാളെ അവധിയാണ്. അപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ആരാക്കാനേ വെക്കൂ. അവിടെ ആരാക്കിയാൽ ഇയാൾക്ക് ജാമ്യം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഒരു ദിവസമെങ്കിലും ഇയാൾ ഒരു ദിവസം അവിടെ കിടക്കട്ടെ. എവിടെങ്കിലും ഒരു ദിവസം കൊണ്ട് പോരാ ഇയാൾക്ക്. ഇയാൾ മനഃപൂർവ്വം ചെയ്തേക്കുന്നതായത് ഈ കുഞ്ഞിൻ്റെ കൈ തല്ലി ഒടിച്ചത് വൈരാഗ്യമാണ്. ഇത് നന്നാക്കാനൊന്നുമല്ല. ഇത് നോട്ട് എഴുതുന്നത് അയാൾക്ക് കണ്ടാൽ മനസ്സിലാവത്തില്ലേ? അയാളൊരു അധ്യാപകനെന്നല്ലേ പറയപ്പെടുന്നേ. ഇവന് കണ്ടാൽ മനസ്സിലാവത്തില്ല ഇത് നോട്ട് എഴുതുകയാണ് എന്നുള്ളത്. ആ കുഞ്ഞ് എന്തോ ഒഫൻസ് കാണിച്ചിട്ടാണ്. അത് ബഹളം ഉണ്ടാക്കിയില്ല, അത് ശ്രദ്ധിക്കുന്നില്ലെന്ന്. അതാണ് കാര്യം. പോട്ടെ, ഏതായാലും ശരി. ഈ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകാതിരുന്ന അധ്യാപകരുണ്ടല്ലോ, അവിടുത്തെ ഹെഡ് മാസ്റ്റർ ഉൾപ്പെടെ, അവരെല്ലാം യഥാർത്ഥത്തിൽ പ്രതികളാണ്. കാരണം ഇതിനിങ്ങനെ ഒരു അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാക്കി, ഒരു പറ്റി അധ്യാപകൻ അതിൻ്റെ കയ്യെ തല്ലി ഓടിച്ചു. ആ കൈയൊടിഞ്ഞ കുട്ടിയെ, ആ എല്ല് പൊട്ടിയ കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോകാതെ അതിനെ വീട്ടുകാരെ അറിയിച്ചേക്കുന്നു. അല്ലാതെ കൊണ്ടുപോയില്ല. എന്നിട്ട് ഇതിനെ വീട്ടിൽ കൊണ്ട് ഡംപ് ചെയ്തു, അവിടെ കൊണ്ട് കളഞ്ഞിട്ട് പോയി. വീട്ടുകാരാണ് ആശുപത്രി കൊണ്ടുപോയ കുഞ്ഞുങ്ങളെ. ഇവർ ഈ ആശുപത്രി കൊണ്ടുപോകാൻ തയ്യാറാകാതിരുന്ന അധ്യാപകരുണ്ടല്ലോ, ക്ലാസ് ടീച്ചർ, അതുപോലെ തന്നെ ഇത് അറിഞ്ഞേക്കുന്ന മറ്റ് അധ്യാപകർ, ഈ ഹെഡ് മാസ്റ്റർ, ഇവരെല്ലാം കേസിൽ പ്രതികളാവേണ്ടതാണ്. കാരണം ഇത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് ഇവരെല്ലാം കമ്മിറ്റ് ചെയ്തേക്കുന്ന ഒഫൻസ് ഉണ്ട്. പ്രശ്നമാണിത്, ഗുരുതരമായ പ്രശ്നമാണ്. അപ്പോൾ അവർ ഏതായാലും ഇത് അനുഭവിക്കണം. സാധാരണഗതിയിൽ ഒരു ചെറുതായിട്ടൊരു കുഞ്ഞിനെ ഒരു വടി വെച്ച് എങ്ങനെ ഒരു അധ്യാപകൻ ചെറുതായിട്ടൊന്ന് അടിച്ചാലൊന്നും ഞാൻ അതിന് കുറ്റം പറയത്തില്ല. കാരണം പലപ്പോഴും കുഞ്ഞുങ്ങളെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. പക്ഷേ ഇത് വൈരാഗ്യം വെച്ച് അടിച്ച് ഇതിൻ്റെ കൈ ഒടിച്ചതാണ്. ഈ രീതിയിൽ ഒരു വയ്യാതെ അസുഖം ബാധിച്ച് വന്നേക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നവൻ മനുഷ്യനാണോ ഇയാൾ? അല്ല. ഇയാളെക്കുറിച്ച് മറ്റ് വിദ്യാർത്ഥിനികൾക്കെല്ലാം പരാതിയാണ്. പറയുന്നതെന്ന് പറഞ്ഞാൽ ഇയാൾ അതികഠിനമായിട്ട് എല്ലാവരും ഉപദ്രവിക്കും. ഇങ്ങനെ ഉപദ്രവിക്കുന്നവർ ഞാൻ പഠിക്കുന്ന കാലത്തും ഉണ്ടായിരുന്നു കേട്ടോ. വെറുതെ വൈരാഗ്യം വെച്ചാൽ കടിക്കും. അയാൾക്ക് വീട്ടിലെന്തെങ്കിലും പ്രശ്നം കാണും, അത് തീർക്കുന്നത് സ്കൂളിൽ വന്നാണ്. അങ്ങനെയുള്ള ഒരാളെ എനിക്കറിയാം. അവസാനം അയാളുടെ വീട്ടിലൊരു സംഭവം ഉണ്ടായപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് അയാൾ മരിച്ചു പോയിട്ടുണ്ട്. ഹാർട്ട് ഉണ്ടെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത് ഇയാൾക്ക്. അതാ കാര്യം. അയാളുടെ മോള് ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അതോടുകൂടി ഇയാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അയാൾ ഇതുപോലെ കാണുന്ന എല്ലാവരെയും ഉപദ്രവിക്കുന്ന ആളായിരുന്നു. അയാൾക്ക് അവസാനം ദൈവമായിട്ട് കൊടുത്ത ഒരു കാര്യമായിട്ടാണ് ഞാനത് കാണുന്നത്. എന്തോ ആവട്ടെ, ഇത് ഈ കുഞ്ഞിനോട് ചെയ്തത് കൊടും പാതകമാണ്. ഇത് ചെയ്യരുത്. മാത്രമല്ല മറ്റ് അധ്യാപകർക്ക് ഇതൊരു മാർഗനിർദ്ദേശം ആയിട്ട് മാറണം. അവരാരും ഇതുപോലല്ല. ഒരു കുഞ്ഞിനിത് പറ്റിയാൽ ആശുപത്രി കൊണ്ടുപോകണം. അത് സ്കൂളിൽ വെച്ചല്ല, നിങ്ങൾ വഴി വെച്ചാണെന്നിരിക്കട്ടെ, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോകണം ആശുപത്രിയിൽ. ചിന്തിക്കണം.